എല്ലാ കൂട്ടുകാർക്കും പോഥിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഹെഡിങ്ങിലേക്ക് പോവുകയാണ്. ആ ഹെഡിങ്ങിന്റെ പേരാണ് സമഭാജികൾ അഥവാ ബൈസെക്ടർ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ പുതിയ ഹെഡിങ്? സമഭാജികൾ അല്ലെങ്കിൽ ബൈസെക്ടർ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിനായി ഞാനൊരു ത്രികോണം നിർമ്മിക്കുകയാണ്. ത്രികോണം ABC എന്നൊരു ത്രികോണമാണ് വരയ്ക്കാനായി പോകുന്നത്. ത്രികോണം ABC. ഇപ്പോൾ ത്രികോണം ABC നിർമ്മിച്ചു കഴിഞ്ഞു. ത്രികോണം ABC നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് സമഭാജികൾ അല്ലെങ്കിൽ ബൈസെക്ടർ എന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സമഭാജി അല്ലെങ്കിൽ ബൈസെക്ടർ, നമ്മളുടെ ABC എന്നതിനെ നമ്മൾ C എന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? താഴേക്കായി ഒരു ലംബം വരയ്ക്കുന്നു. അതുപോലെ തന്നെ ABC എന്ന് പറയുന്ന ത്രികോണം എങ്ങനെയുള്ളതാണ്? അത് ഒരു ഐസോസ്കെലസ് ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ത്രികോണം ABC എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐസോസ്കെലസ് ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ സമപാർശ്വ ത്രികോണം ആവുമ്പോൾ അതിന്റെ AC എന്ന് പറയുന്ന വശവും അതോടൊപ്പം തന്നെ BC എന്ന് പറയുന്ന വശവും എന്താണ്? തുല്യമായിട്ടുള്ള വശങ്ങളാണ്. അപ്പോൾ പറഞ്ഞ കാര്യം ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ABC എന്ന ഒരു ത്രികോണം നിർമ്മിച്ചു. അതിനുശേഷം അതിൽ AC എന്ന് പറയുന്ന വശവും BC എന്ന് പറയുന്ന വശവും രണ്ടും തുല്യമാണ്, കാരണം അതൊരു സമപാർശ്വ ത്രികോണമാണ്. അതിനുശേഷം സിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? AB എന്ന വശത്തിന് ലംബമായി ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇവിടെ AC എന്നതും BC എന്നതും തുല്യമായ വശങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരച്ച ഈ ലൈൻ ഇവിടെ നമുക്ക് P എന്നൊരു പേരും കൂടെ കൊടുക്കാം. അപ്പോൾ CP എന്ന ഒരു ലൈനാണ് നമ്മൾ എന്ത് ചെയ്തു? വരച്ചത്. ഏതാണ്? CP എന്നൊരു ലൈൻ വരച്ചു. AB എന്ന വശത്തിന് ലംബമായി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയി നമ്മൾ CP എന്നൊരു ലൈന് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇപ്പോൾ വരച്ച ഈ വര കൊണ്ട് നമ്മൾ C എന്ന് പറയുന്ന കോണിനെ രണ്ടായി ഡിവൈഡ് ചെയ്തില്ലേ? ഇവിടെ നമ്മൾ C എന്ന് പറഞ്ഞ ഒറ്റ ആംഗിൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വര വരച്ചതിന് ശേഷം അവിടെ എത്ര കോണുകൾ ഉണ്ടായി? 2 കോണുകൾ അവിടെ ഉണ്ടായി. അതിനുശേഷമായിട്ടുള്ളത് AB എന്നത് ഒറ്റ വശമായിട്ട് പാദവശമായിട്ടുള്ളതായിരുന്നു. AB എന്നത് ഒരു വശമായിട്ടുള്ളതായിരുന്നു. ആ ഒരു വശത്തെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു? അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. AP എന്നൊരു വശമായിട്ടും BP എന്നൊരു വശമായിട്ടും എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഇത്രയൊക്കെ സംഭവിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിയിൽ നിന്നും AB വശമായിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ സമഭാജി അല്ലെങ്കിൽ ബൈസെക്ടർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വരയെയോ ഒരു കോണിനെയോ 2 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുന്നതിന് വേണ്ടിയിട്ട് വരയ്ക്കുന്ന വരയെ പറയുന്ന പേരാണ് എന്തെന്ന്? സമഭാജികൾ അല്ലെങ്കിൽ ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു വരയെയോ ഒരു കോണിനെയോ തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുവാനായിട്ട് നമ്മൾ വരയ്ക്കുന്ന വരയെ പറയുന്ന പേരാണ് എന്തെന്ന്? സമഭാജികൾ എന്ന് പറയുന്നത്. എ ലൈൻ dividing a line or an angle into 2 equal parts is called bisector എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ CP എന്ന ഒരു ലൈൻ വരച്ചു. അതിനെ പറയുന്ന പേരെന്താണ്? ബൈസെക്ടർ. അപ്പൊ CP എന്നൊരു ബൈസെക്ടർ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. അത് വരച്ചപ്പോൾ എത്ര കോണാണ് ഉണ്ടായത്? 2 കോൺ അവിടെ ഫോം ചെയ്തു. എത്ര കോണാണ്? 2 കോണുകൾ അവിടെ ഫോം ചെയ്തു. അതോടൊപ്പം AB എന്ന വശത്തെയും രണ്ടായിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഡിവൈഡ് ചെയ്തു. എങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ആംഗിളിനെയും സൈഡിനെയും ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും ഈക്വൽ ആയിട്ട് ആയിരിക്കും. ഇവിടെ AP എന്ന് പറയുന്ന വശവും BP എന്ന വശത്തെയും എന്തായിട്ടാണ് ഡിവൈഡ് ചെയ്തത്?
ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എ ബി എന്ന വശത്തെ അടിസ്ഥാനമാക്കി സി പി എന്ന് വരയ്ക്കുന്ന ഈ ലൈന് പറഞ്ഞ പേര് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി എന്നാണ് പറയുന്നത്. ബൈസെക്ടർ എന്നല്ല പറയുന്നത്, എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് പറയുന്നത്. ഏതിനെയാണ്? എ ബി എന്ന വശത്തെ അടിസ്ഥാനമാക്കി ഈ ഒരു ലൈനെ പറയുന്ന പേര്. എ ബി എന്ന ഒരു വശത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയും അതിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ പറയുന്ന പേര് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് പറയുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി എന്നാണ് പറയുന്നത്. ഇത് എത്ര ഡിഗ്രി ആംഗിൾ ആയിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. എ ബി ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതിനെ എന്ത് പറയുന്നു? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തത് ബൈസെക്ടർ എന്നുള്ളതും രണ്ടാമത്തേത് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നുള്ളതും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാനാണ്. ഒരു ലൈൻ വരച്ചിട്ട് അതിനെന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ത്രികോണം വരച്ചിട്ട് ആ ത്രികോണത്തിന്റെ എല്ലാ ആംഗിൾസിനും എന്ത് വരയ്ക്കണം? ബൈസെക്ടറുകൾ വരയ്ക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് നിർമ്മിതികൾ അല്ലെങ്കിൽ കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ടുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇനിയുള്ള പ്രോബ്ലങ്ങളെല്ലാം ഉള്ളത്. അതൊരു 6-7 പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതിൽ എല്ലാം തന്നെ എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. എന്ത് ചെയ്യുക? നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? വരച്ച് എന്റെ കൂടൊപ്പം പോരുക. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണ്, 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിന് ലംബ സമഭാജി നിർമ്മിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 6.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ച് അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി നിർമ്മിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് കൂടെ തന്നെ എന്ത് ചെയ്യുക? വരച്ച് പോകുക. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പടം വരയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 6.5 സെന്റിമീറ്റർ നീളത്തിൽ സ്കെയിൽ ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കുക. അത് എത്രയാണ്? 6.5 സെന്റിമീറ്റർ ആണ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്? 6.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. എ ബി എന്ന് പേര്. എ ബി എത്ര സെന്റിമീറ്റർ ആണ്? 6.5 സെന്റിമീറ്റർ നീളത്തിൽ എ ബി വരച്ചു. ഇനി ഇതിന് വരയ്ക്കാനുള്ളത് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ വരയ്ക്കാനുള്ളത്? ലംബ സമഭാജി അല്ലേ വരയ്ക്കാനുള്ളത്? ലംബ സമഭാജി വരയ്ക്കാനായിട്ട് നിങ്ങൾ കോമ്പസ് എടുക്കുക. കോമ്പസിൽ എ എന്ന പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. നിങ്ങളുടെ കോമ്പസ് എ എന്ന പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം പകുതിയിൽ കൂടുതൽ എന്ത് ചെയ്യുക? കോമ്പസിൽ അളവെടുക്കുക. 6.5 സെന്റിമീറ്റർ നീളത്തിന്റെ പകുതിയിൽ കൂടുതൽ നീളം എന്ത് ചെയ്യുക? നിങ്ങൾ കോമ്പസിൽ അളവെടുത്തതിന് ശേഷം എ എന്ന ബിന്ദുവിൽ കുത്തിയതിനു ശേഷം മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. കോമ്പസ് മാറ്റരുത്. എയിലാണ് വയ്ക്കാനുള്ളത്. എയിൽ വെച്ചതിന് ശേഷം മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ തന്നെ എയിൽ വെച്ചുകൊണ്ട് തന്നെ താഴെയും ഒരു ആർക്ക് വരയ്ക്കുക. മനസ്സിലാവുന്നുണ്ടേ? അപ്പോൾ എ ബി എന്ന ലൈൻ വരച്ചു. 6.5 സെന്റിമീറ്റർ ആണ് എ ബി എന്ന് പറയുന്നത്. എ എന്ന ബിന്ദുവിൽ നമ്മൾ കോമ്പസ് കൊണ്ട് വെച്ചു. അതിനുശേഷം ഇതിന്റെ ഈ ഒരു 6.5 സെന്റിമീറ്റർ നീളത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗം എന്ത് ചെയ്തു? കോമ്പസിലെടുത്തു. പകുതിയിൽ കൂടുതൽ ഭാഗം കോമ്പസിലെടുത്തതിന് ശേഷം എ എന്ന ബിന്ദുവിൽ വെച്ചതിന് ശേഷം മുകളിലേക്ക് ഒരു ചാപം, താഴേക്ക് ഒരു ചാപം. അത് വരച്ചു കഴിഞ്ഞു. ഇതേപോലെ തന്നെ ആ കോമ്പസിലെ അളവിന് മാറ്റരുത്. കോമ്പസിലെ അളവ് മാറ്റാതെ ബി എന്ന ബിന്ദുവിൽ കോമ്പസ് കൊണ്ട് വയ്ക്കുക. ബി എന്ന ബിന്ദുവിൽ കോമ്പസ് കൊണ്ട് വെച്ചതിന് ശേഷം ഇവിടെ വീണ്ടും മറ്റൊരു ആർക്ക് വരയ്ക്കുക. അതോടൊപ്പം തന്നെ ബിയിൽ നിന്ന് തന്നെ കോമ്പസിന്റെ അളവ് മാറ്റാതെ എന്ത് ചെയ്യുക? താഴെയും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ചെയ്യാനായിട്ടുള്ളൂ. അളവ് മാറ്റരുത്. രണ്ട് സൈഡിലും എടുക്കുന്ന എന്ത് ചെയ്ത് അളവ് ഒരേപോലെ ആയിരിക്കണം. കോമ്പസിന്റെ അളവ് തമ്മിൽ എന്ത് ചെയ്ത് മാറ്റരുത്. എയിൽ വെച്ച് വരച്ച അതേ അളവ് തന്നെ ആയിരിക്കണം എവിടെ വെച്ച് വരയ്ക്കുമ്പോഴും ബിയിൽ വെച്ച് വരയ്ക്കുമ്പോഴും എടുക്കാനായിട്ടുള്ളത്. അളവുകൾ എന്ത് ചെയ്യില്ല? മാറ്റരുത്. അളവ് മാറ്റിയാൽ എന്ത് ചെയ്യും? തെറ്റിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും. എന്ത് ചെയ്യാ? ഇനി ഒന്നുമില്ല, മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുക? അത് കൂട്ടി യോജിപ്പിക്കുക.
മുകളിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്യുക, കൂട്ടിച്ചേർത്ത് ഇത് രണ്ടും കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എ ബി എന്ന വരയ്ക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ഒരു ലംബ സമഭാജി കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിവിടെ, എ ബി എന്ന വരയെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എ ബി എന്ന വര എന്ത് ചെയ്തു, രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒ എന്നൊരു പേര് കൊടുക്കുകയാണെങ്കിൽ എ മുതൽ ഒ വരെ ഉള്ള നീളവും ബി മുതൽ ഒ വരെ ഉള്ള നീളവും എന്തായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ എ ബി എന്ന ഒരു ലൈൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം 6.5 സെന്റിമീറ്റർ ആണ് എ ബി വരയ്ക്കാനുള്ളത്. അതിനുശേഷം എയിൽ കോമ്പസ് കൊണ്ടുവയ്ക്കുക. എന്നതിന് ശേഷം നീളത്തിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ അളവെടുത്ത് മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക, താഴെയും ഒരു ആർക്ക്. അളവ് മാറ്റാതെ തന്നെ ബിയിൽ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും ഒരു ആർക്ക് മുകളിൽ, താഴെയും അതുപോലെ രണ്ടും കൂടെ എന്ത് ചെയ്യുക, ചേർത്ത് വരയ്ക്കുക. അപ്പോൾ 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി അല്ലെങ്കിൽ ലംബ സമഭാജി വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 3.75 സെന്റിമീറ്ററോട് കൂടിയ ഒരു സമചതുരം നിർമ്മിക്കുക. ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നു. 3.75 സെന്റിമീറ്റർ വശങ്ങളോട് കൂടിയ എന്ത് വരയ്ക്കാനാണ്, ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ നിർമ്മിക്കാനാണ്. ആ സ്ക്വയറിന്റെ ഓരോ സൈഡും എത്രയൊക്കെ വേണ്ട, അത് വരേണ്ടത് 3.75 സെന്റിമീറ്റർ വീതം വേണം വരാനുള്ളത്. സ്ക്വയറാണ്, സമചതുരമാണ്. ആ ഒരു സമചതുരത്തിന്റെ ഓരോ വശങ്ങളും എത്ര വീതം വരണം, അത് 3.75 സെന്റിമീറ്റർ വീതമാണ് വരാനുള്ളത്. ഇത് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, നമുക്ക് 3 സെന്റിമീറ്റർ ആണ്, 4 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 3.5 സെന്റിമീറ്റർ ആണ് എന്നൊക്കെ തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വരയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെ അങ്ങനെയുള്ള ഒരു അളവാണോ നമുക്ക് തന്നേക്കുന്നത്? അല്ല. നമുക്ക് തന്നിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് അത് 3.75 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ എവിടെയെങ്കിലും 3.75 സെന്റിമീറ്റർ എന്നുള്ളത് സ്കെയിലിൽ കണ്ടിട്ടുണ്ടോ? 3.7 ഉണ്ട്, 3.7 സെന്റിമീറ്റർ ഉണ്ട്, 3.8 സെന്റിമീറ്റർ ഉണ്ട്. എന്നാൽ 3.75 സെന്റിമീറ്റർ എന്നുള്ളത് സ്കെയിലിൽ അടയാളപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് കഴിയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് വരയ്ക്കുന്നത്? അത് വരയ്ക്കാനായിട്ട് നമുക്കിവിടെ 3.75 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ ലംബ സമഭാജി എന്ന് പറയുന്നത് ഒന്ന് ഓർത്തെടുത്താൽ മാത്രം മതി, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു, ലംബ സമഭാജി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലംബ സമഭാജി നമ്മൾ എന്തിനാ വരയ്ക്കുന്നത്? ഒരു വരയെ എന്ത് ചെയ്യുന്നു, നമ്മൾ തുല്യ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തു, മുറിക്കുന്നു. നമ്മളൊരു വര വരച്ചിട്ട് അതിനെ തുല്യ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 3.75 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ 3.75നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ നമുക്ക് ഇരട്ടി ഒന്ന് എടുത്തു നോക്കാം. 3.75ന്റെ ഇരട്ടി എത്ര വരും? അത് 7.5 സെന്റിമീറ്റർ എന്നായിരിക്കും വരുന്നത്. 7.5 സെന്റിമീറ്റർ എന്ന് വരും. എങ്ങനെയാണ് 7.5 കിട്ടിയത്? 3.75 സെന്റിമീറ്ററിന്റെ ഇരട്ടി എടുത്തു. ആ ഇരട്ടി എത്രയാണ്? അത് 7.5 സെന്റിമീറ്റർ ആണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? 7.5 സെന്റിമീറ്ററിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലംബ സമഭാജി എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കത്തില്ലേ? അതിന്റെ പകുതി എന്ന് പറയുന്നത് ഏതായിരിക്കും? നേരെ ഇങ്ങോട്ട് പോകും, 3.75 ആയിരിക്കത്തില്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ എന്താ ചെയ്തത്, 3.75 സെന്റിമീറ്ററിന് നമ്മൾ ഇരട്ടി എടുത്തു. ഇരട്ടി എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? അത് 7.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ആ 7.5 സെന്റിമീറ്ററിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഭാഗം 3.75, മറ്റേ ഭാഗവും 3.75. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ആ പടം ഒന്ന് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു, 7.5 സെന്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. 7.5 സെന്റിമീറ്റർ ആണ് ഏതിന്റെ നീളം? എ ബിയുടെ നീളം. ഇവിടെ പേര് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ എ ബി എന്ന പേര് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എ ബി എത്ര സെന്റിമീറ്റർ ആണത്? അത് 7.5 സെന്റിമീറ്റർ ആണ്. നേരത്തെ നമ്മൾ വരച്ചായിരുന്നു പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതേ സെയിം തന്നെയാണ് ഇവിടെയും വരയ്ക്കുന്നത്. എന്ത് ചെയ്യുക, 7.5 സെന്റിമീറ്ററിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എന്ത് ചെയ്യുക, എടുക്കുക.
അപ്പോൾ എ എന്ന പോയിന്റ് വെച്ചുകൊണ്ട് 7.5 സെന്റിമീറ്ററിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുത്തതിന് ശേഷം മുകളിലെ ഒരു ആർക്ക് വരയ്ക്കുക, താഴെയും ഒരു ആർക്ക് വരയ്ക്കുക. ഇതേപോലെ തന്നെ കോമ്പസിലെ അളവ് മാറ്റരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, കോമ്പസിലെ അളവ് എന്ത് ചെയ്ത് മാറ്റരുത്. കോമ്പസിലെ അളവ് മാറ്റാതെ ബിയിൽ വെച്ചുകൊണ്ട് വീണ്ടും മുകളിലെ ആർക്ക് വരയ്ക്കുക, താഴെയും ആർക്ക് വരയ്ക്കുക. 2 ആർക്കുകൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴേക്ക് എന്ത് ചെയ്യുക, കൂട്ടി ചേർത്ത് വരയ്ക്കുക. അത് രണ്ടും കൂടെ ചേർത്ത് വരച്ചു കഴിഞ്ഞു. ഇപ്പൊ രണ്ടും കൂടെ എന്ത് ചെയ്തു, ചേർത്ത് വരച്ചു കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എ ബി എന്ന ഒരു ലൈനിനെ നമ്മൾ എന്ത് ചെയ്തു, 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 7.5 സെന്റിമീറ്റർ ആയിരുന്ന എ ബി എന്ന ലൈനിനെ 2 ഭാഗങ്ങളാക്കി മാറ്റി. അപ്പോൾ ഓരോന്ന് എത്ര വെച്ച് വീതമായിരിക്കും വരുന്നത്? അത് 3.75 ആയിരിക്കും. ഇതിപ്പോൾ എത്രയുണ്ട്, 3.75 ഉണ്ട്. ഇത് 3.75 വീതമാണ് ഉള്ളത്. ഇനി എന്താ ചെയ്യാനുള്ളത്, കോമ്പസ് എടുക്കുക. കോമ്പസിൽ ഇവിടെ വെച്ചുകൊണ്ട് ഈ എത്രയാണോ ഈ അളവുള്ളത് ആ അളവ് കോമ്പസിൽ എടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ ഈ സെന്റർ പോയിന്റിൽ വെച്ചുകൊണ്ട് ബിയിലേക്ക് നോക്കിയിട്ട്, ബിയിലേക്കോ അല്ലെങ്കിൽ എയിലേക്ക് നോക്കിയിട്ടോ എന്ത് ചെയ്യുക, കോമ്പസിൽ അളവ് കൃത്യമായി എടുക്കുക. ഇവിടെ കോമ്പസ് കൊണ്ട് വയ്ക്കുക, ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. തെറ്റിപ്പോവല്ലേ? ഇവിടെ കൊണ്ടുവയ്ക്കുക, ബിയിൽ നിന്നോ എയുടെയോ അളവെടുക്കുക. അത് രണ്ടും തുല്യമായിരിക്കും. ആ അളവ് എടുത്തതിന് ശേഷം സെന്ററിൽ വെച്ചുകൊണ്ട് മുകളിലേക്ക് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞു. അളവ് മാറ്റരുത്. അവിടെ വച്ചുകൊണ്ട് തന്നെ ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം ബിയിൽ കൊണ്ടുവയ്ക്കുക, അളവ് മാറ്റരുത്. ഇവിടെ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ആർക്കും കൂടെ വരയ്ക്കുക. അപ്പോൾ എന്തായി, സമചരമായി. ഇനി ആ സമചരം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യുക, വരയ്ക്കുക. ഇവിടെ നിന്ന് ബിയിൽ നിന്നും ഇവിടുന്ന് ബിയിലേക്ക് വരയ്ക്കുക. ഇത് രണ്ടും ചേർത്ത് വരയ്ക്കുക. അപ്പോൾ എന്താണ് നമ്മളിപ്പോ നിർമ്മിച്ചത്, സമചതുരമായി. പേര് കൊടുക്കാം. പേര് എന്ന് പറയുന്നത് BCDF എന്ന സമചതുരം നമ്മൾ എന്ത് ചെയ്തു, നിർമ്മിച്ചു. അതിന്റെ ഓരോ വശങ്ങളും എത്ര വീതമായിരിക്കും, 3.75 സെന്റിമീറ്റർ വീതമായിരിക്കും. നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ വളരെ വൃത്തിയുള്ള എന്ത് ചെയ്യും, ഒരു സമചതുരം എന്ത് ചെയ്യും, നമുക്ക് അത് ലഭിക്കും. പടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, വരയ്ക്കുക. മാക്സിമം തെറ്റുകളൊന്നും വരാതെ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത കണക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 75 ഡിഗ്രി ഉള്ള ഒരു കോൺ വരയ്ക്കുക. അതിനുശേഷം ആ കോണിനെ ഒരു സമഭാജി വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, 75 ഡിഗ്രി ഉള്ള ഒരു കോൺ വരയ്ക്കുക, അതിന്റെ സമഭാജി വരയ്ക്കുക. 75 ഡിഗ്രി ഉള്ള ഒരു കോൺ വരയ്ക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, ബൈസെക്ടർ നമ്മൾ നിർമ്മിക്കുന്നു. നോക്കാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 75 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ ആണ് വേണ്ടത്. നമുക്കിവിടെ എത്രയാണ് അളവെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം, എ ബി നമുക്ക് എത്ര സെന്റിമീറ്റർ വേണമെങ്കിലും എടുക്കാം. അപ്പൊ എ ബി എത്ര എടുത്ത് 5 സെന്റിമീറ്റർ നീളത്തിൽ എ ബി എന്നൊരു ലൈൻ വരച്ചു. എത്രയാണ്, എ ബി 5 സെന്റിമീറ്റർ. ഇവിടെ എത്ര അളവാണ് എ ബി വരേണ്ടത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എന്ത് ചെയ്യാം, എ ബി എന്നൊരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം 75 ഡിഗ്രിയാണ് വരയ്ക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്ത് എ എന്ന പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. അവിടെ നിന്ന് എത്രയാണ് വരയ്ക്കാനുള്ളത്, 75 ഡിഗ്രിയാണ്. അപ്പോൾ 75 ഡിഗ്രി എന്ത് ചെയ്തു, വരച്ചു കഴിഞ്ഞു. ഇവിടെ 75 ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്തത്, വരച്ചത്. അവിടെ സി എന്നൊരു പേരും കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, BAC എന്ന ആംഗിള് 75 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു, വരച്ചു കഴിഞ്ഞു. ഇനി ഇതിനാണ് എന്ത് വരയ്ക്കാൻ പറഞ്ഞത്, ബൈസെക്ടർ വരയ്ക്കാനായിട്ട് പറഞ്ഞത്. ശ്രദ്ധിക്കുക, കോമ്പസ് എടുക്കുക. കോമ്പസ് എന്ത് ചെയ്യുക, എ എന്ന പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. എ എന്ന പോയിന്റിൽ കൊണ്ടുവച്ചതിന് ശേഷം നിശ്ചിത അളവ് കോമ്പസ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യുക, ഒരു ചെറിയ ഒരു അളവ് കോമ്പസിൽ എന്ത് ചെയ്യുക, എടുക്കുക. എടുത്തതിന് ശേഷം എ എന്ന പോയിന്റിൽ കൊണ്ടുവച്ചതിന് ശേഷം ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ഒരു ചെറിയ ഒരു ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ ഒരു ആർക്ക് പോലെ വരയ്ക്കുക. എന്ത് ചെയ്യുക, ഒരു ആർക്ക് എന്ത് ചെയ്യുക, വരയ്ക്കുക. എവിടെയാണ് കൊണ്ടുവയ്ക്കാനുള്ളത്, എ എന്ന പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. ഒരു നിശ്ചിത അളവ് കോമ്പസിൽ എടുത്തതിന് ശേഷം എയിൽ വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഇപ്പോൾ എടുത്ത ആ ഒരു കോമ്പസിലെ അളവ് ചെറുതായി ഒന്ന് വർദ്ധിപ്പിച്ചതിന് ശേഷം
അപ്പോൾ അടുത്ത കോമ്പസിന്റെ അളവ് ചെറുതായിട്ടൊന്ന് വർദ്ധിപ്പിച്ചതിന് ശേഷം ദാ ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക, കൊണ്ടുവയ്ക്കുക. അവിടെ നിന്നും ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. തെറ്റിപ്പോരുത്. ആദ്യം നമ്മൾ ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞു, അതിനുശേഷം കോമ്പസ് ഒന്ന് വലുതാക്കി, അതിനുശേഷം ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇനി ആ അളവ് മാറ്റരുത്. അതേപോലെ കോമ്പസ് ഇവിടെയും കൊണ്ടുവയ്ക്കുക, എന്നിട്ട് മറ്റൊരു ആർക്കും കൂടെ വരയ്ക്കുക. അപ്പോൾ 2 ആർക്കുകൾ നമ്മൾ എന്ത് ചെയ്തു, വരച്ചു കഴിഞ്ഞു. അതിനുശേഷം കൂട്ടിച്ചേർത്ത് വരയ്ക്കുക. എയിൽ നിന്നും ആ 2 ആർക്കിലൂടെ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ എന്തായി, BAC എന്ന ആംഗിളിനെ എന്ത് ചെയ്തു, ബൈസെക്ട് ചെയ്യുന്ന ഒരു ലൈൻ കടന്നുപോയി. ഇത് 75 ഡിഗ്രി ആയിരുന്നു. നമ്മൾ ആ ബൈസെക്ട് ചെയ്ത് വരച്ചപ്പോഴത്തേന് എത്രയായിട്ട് മാറിയത്, അത് 2 ആയിട്ട് മാറും. 37 ഡിഗ്രിയും 37 ഡിഗ്രിയുമായിട്ട് എന്ത് ചെയ്യും, അത് മാറും. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യമേ BAC എന്നുള്ള 75 ഡിഗ്രി വരയ്ക്കുക. 75 ഡിഗ്രി വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആദ്യം ഒരു ആർക്ക് വരയ്ക്കുന്നു, നിശ്ചിത അളവെടുത്ത് ഒരു ആർക്ക് വരയ്ക്കുന്നു. ആ ആർക്കിലാണ് വീണ്ടും കൊണ്ടുവയ്ക്കാനുള്ളത്. കോമ്പസിന്റെ അളവ് കുറച്ചൊന്ന് വലുതാക്കിയതിന് ശേഷം 2 ഇവിടെ കുത്തുന്നു, അവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ആ അളവ് മാറ്റാതെ തൊട്ട് താഴെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, വീണ്ടും ആർക്ക് വരയ്ക്കുന്നു. രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു, ചേർത്ത് വരയ്ക്കുന്നു. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ മാറ്റരുത്. അതിനോടൊപ്പം തന്നെ ഒരു 2 ഹോംവർക്കും കൂടി തരികയാണ്. ഇതേ അളവില് മാറ്റം വരുത്തി ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 65 ഡിഗ്രി ഉള്ള എന്ത് ചെയ്യുക, ഒരു കോൺ വരയ്ക്കുക. അതിനെ എന്ത് നിർമ്മിക്കണം, ഒരു ബൈസെക്ടർ നിർമ്മിക്കുക. അപ്പോൾ ഒന്നാമതാണത് 65 ഡിഗ്രി ഉള്ളത്. ഇതേപോലെ എന്ത് ചെയ്യുക, 65 ഡിഗ്രി വരയ്ക്കുക, അതിനെ ബൈസെക്ടർ വരയ്ക്കുക, ഒന്നാമത്തേത്. ഇനി അടുത്തതായിട്ടുള്ളത് 80 ഡിഗ്രി അളവ് വരയ്ക്കുക. 80 ഡിഗ്രി അളവിലുള്ള ഒരു കോൺ നിർമ്മിക്കുക. അതിനെന്ത് വരയ്ക്കണം, ഒരു ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഹോംവർക്കാണ്. ഇതിനോടൊപ്പം തന്നെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. 65 ഡിഗ്രി ഉള്ളത് ക്വസ്റ്റ്യൻ ഇതേപോലാണ്. 75 ഡിഗ്രി എന്നുള്ള സ്ഥാനം എത്രയാക്കണം, അത് 65 ആക്കണം. അത് വരയ്ക്കുക. അതിനുശേഷം 80 ഡിഗ്രി ആക്കുക, എന്ത് ചെയ്യുക, അത് വരയ്ക്കുക. ഇത് രണ്ടും എന്താണ്, ഹോംവർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, 2.25 സെന്റിമീറ്റർ നീളം ആരമുള്ള ഒരു വൃത്തം നിർമ്മിക്കുക. അപ്പോൾ എങ്ങനെയാണ്, റേഡിയസ് എങ്ങനെയാണ് സർക്കിളിന്റെ, 2.25 സെന്റിമീറ്റർ. 2.25 സെന്റിമീറ്റർ ആണ്. 2.25 സെന്റിമീറ്ററോട് കൂടിയ 2.25 സെന്റിമീറ്റർ റേഡിയസോട് കൂടിയ ഒരു സർക്കിള് നിർമ്മിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നു 2.25 സെന്റിമീറ്റർ റേഡിയസോട് കൂടിയ എന്ത് വരയ്ക്കണം, ഒരു സർക്കിള് നിർമ്മിക്കാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. നമ്മൾ സ്കെയിലിലെ ഒരു അളവാണോ ഈ 2.25 സെന്റിമീറ്റർ എന്നുള്ളത്, സ്കെയിലിലെ ഒരു അളവല്ല എന്ത്, 2.25 സെന്റിമീറ്റർ. നമ്മൾ സ്കെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതില് ഈ 2.25 സെന്റിമീറ്റർ കാണാൻ പറ്റൂ, പറ്റത്തില്ല. കാരണം 2.2 നമുക്ക് കാണാൻ പറ്റും. 2.3 സെന്റിമീറ്റർ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. പക്ഷേ 2.25 സെന്റിമീറ്റർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്കെയിലിൽ നമുക്ക് വരയ്ക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത അതേ ഐഡിയ തന്നെയാണ്. ഈ തന്നിരിക്കുന്ന അളവിന്റെ ഇരട്ടി എടുക്കുക. 2.25 ഇരട്ടി എത്രയാണ്, അത് 4.5 ആണ്. 4.5 സെന്റിമീറ്റർ. 2.25 സെന്റിമീറ്ററിന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്, അത് 4.5 സെന്റിമീറ്റർ ആണ്. ഇനി എങ്ങനെയാണ് ആലോചിച്ച് നോക്കൂ. 4.5 സെന്റിമീറ്ററോട് കൂടിയ ഒരു ലൈൻ വരച്ച് അതിന് ബൈസെക്ടർ വരയ്ക്കുമ്പോൾ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ അത് എത്രയായിട്ട് അത് ഡിവൈഡ് ആവും, 2 ഈക്വൽ പാർട്സ് ആവും. അത് 2.25 സെന്റിമീറ്റർ വീതമുള്ള 2 ഭാഗങ്ങളായിട്ട് മാറും. മനസ്സിലായി? ഇങ്ങനെയാണ് 4.5 സെന്റിമീറ്റർ വീതമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, ലംബ സമഭാജി വരയ്ക്കുക. അപ്പോൾ അങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ആ ലൈൻ 2 ആയിട്ട് ഡിവൈഡ് ആകുന്നു. ഓരോ ഭാഗവും എത്ര വീതമാകും, അത് 2 ഈക്വൽ പാർട്സ് ആയിട്ട് മാറുന്നു. ഓരോ ഭാഗവും എത്രയായിട്ട് മാറും, 2.25 സെന്റിമീറ്റർ വീതമായിട്ട് അത് മാറുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യമേ ലൈൻ വരയ്ക്കുന്നു. അത് 4.5 സെന്റിമീറ്റർ ആണ്. 4.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. 2 കണക്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, നമ്മൾ വരച്ചു കഴിഞ്ഞതാണ്. എന്ത് ചെയ്യുക, ഇവിടുത്തെ പോയിന്റില് ഇതിന്റെ 4.5 സെന്റിമീറ്ററിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ എടുക്കുന്നു. മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു, താഴെയും ആർക്ക് വരയ്ക്കുന്നു. അളവ് മാറ്റരുത്. ഇവിടെ കൊണ്ടുവയ്ക്കുക. വീണ്ടും മുകളിൽ ആർക്ക് വരയ്ക്കുന്നു, താഴെയും ആർക്ക് വരയ്ക്കുന്നു.
അതിനുശേഷം രണ്ട് ആർക്കും കൂടെ എന്ത് ചെയ്യുക, ചേർത്ത് വരയ്ക്കുക. രണ്ട് ആർക്കും കൂടെ ചേർത്ത് താഴോട്ട് വരച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായി? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. 4.5 സെന്റിമീറ്ററിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു, തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റി. അത് ഓരോന്നും 2.25 സെന്റിമീറ്റർ വീതമായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? സർക്കിൾ വരയ്ക്കാനല്ലേ. സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇവിടെയാണ് സെന്റർ പോയിന്റ്. ആ സെന്റർ പോയിന്റിൽ എന്ത് ചെയ്യുക? കോമ്പസ് കൊണ്ട് വയ്ക്കുക. ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള നീളമോ അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇവിടെയുള്ള നീളമോ, രണ്ട് നീളവും തുല്യമല്ലേ. അപ്പൊ ഏത് നീളമെങ്കിലും എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക. രണ്ട് നീളങ്ങൾ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക. കാരണം രണ്ടും എന്താണ്? തുല്യമാണ്. അപ്പൊ കോമ്പസിൽ എടുത്തതിന് ശേഷം സെന്ററിൽ എന്ത് ചെയ്യുക? കോമ്പസ് കൊണ്ടുവയ്ക്കുക. സെന്ററിൽ കോമ്പസ് കൊണ്ടുവച്ചതിന് ശേഷം ഒരു സർക്കിൾ എന്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. കോമ്പസിൽ എന്ത് ചെയ്യുക? സർക്കിള് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതേ ആകൃതിയിൽ എന്ത് ചെയ്യും? ഇവിടെ 2.25 സെന്റിമീറ്റർ റേഡിയസോട് കൂടിയ ഒരു സർക്കിൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ട് എൻഡിൽ എന്ത് ചെയ്യും? കൂട്ടിമുട്ടിക്കൊണ്ടായിരിക്കും ആ സർക്കിൾ എന്ത് ചെയ്ത് കടന്നു പോകുന്നത്. ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? 2.25 സെന്റിമീറ്റർ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. AB 6 സെന്റിമീറ്റർ, ആംഗിൾ A അല്ലെങ്കിൽ കോൺ A 22.5 ഡിഗ്രി, കോൺ B എന്ന് പറയുന്നത് 67 ഡിഗ്രി. എന്ത് നിർമ്മിക്കാൻ? ത്രികോണം ABC നിർമ്മിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്നൂടെ പറയാം. AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, ആംഗിൾ A 22.5 ഡിഗ്രിയാണ്, ആംഗിൾ B 67 ഡിഗ്രിയാണ്. എന്ത് നിർമ്മിക്കാൻ? ത്രികോണം ABC നിർമ്മിക്കുക. അപ്പോൾ ഇത്തരത്തിൽ അളവുകൾ തന്നു കഴിഞ്ഞാൽ ത്രികോണം നിർമ്മിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ചെയ്യാനുള്ളത് റഫായിട്ട് എന്ത് ചെയ്യുക? ഒരു ഫിഗർ വരയ്ക്കുക. സാങ്കല്പികമായിട്ട് ഈ അളവുകളെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യുക? ഒരു ത്രികോണം നിർമ്മിക്കുക. ഞാൻ വരയ്ക്കുകയാണ് ഒരു ത്രികോണം. ത്രികോണം ഏതാണ്? ABC ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് AB എത്ര സെന്റിമീറ്റർ എന്നാ പറയുന്നത്? അത് 6 സെന്റിമീറ്റർ ആണ്. ത്രികോണം നിർമ്മിച്ചു. ത്രികോണം ABC എന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് A വരേണ്ടത് എത്രയാണ്? A എന്ന് പറയുന്നത് 22.5 ഡിഗ്രിയാണ്. അതോടൊപ്പം തന്നെ B വരേണ്ടത് 67 ഡിഗ്രിയാണ്. 67 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളായി. ഇതൊക്കെയാണ് ABC എന്ന ത്രികോണമായി. അതിൽ AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയി, A എന്ന് പറയുന്നത് 22.5 ഡിഗ്രിയായി, B എന്ന് പറയുന്നത് 67 ഡിഗ്രിയാണ്. ഇതാണ് എന്ത് ഒരു റഫ് ഫിഗർ എന്ന് പറയുന്നത്. ഇനി ഇതിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്തത്? നമുക്ക് ഒറിജിനൽ ഫിഗർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വരയ്ക്കേണ്ടത്. റഫ് ഫിഗർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശ പടം നമുക്ക് ആയിക്കഴിഞ്ഞു. ഈ അളവ് നോക്കി എന്ത് ചെയ്താൽ നമുക്ക് ഇനി ഒറിജിനൽ ഫിഗർ വരച്ചാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കാനുള്ളത് AB എന്നുള്ള 6 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് നിർമ്മിക്കുക? AB എന്ന ഒരു ലൈൻ വരയ്ക്കുക. അത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ AB എന്ത് ചെയ്തു? 6 സെന്റിമീറ്റർ നീളത്തില് വരച്ചു കഴിഞ്ഞു. പിന്നീട് പറയുന്നത് ആംഗിൾ A ആണ്. അത് 22.5 ഡിഗ്രിയാണ്. 22.5 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രൊട്രാക്ടർ എടുത്ത് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? വരയ്ക്കാനായിട്ട് കഴിയൂ? ഇല്ല. 22.5 ഡിഗ്രി വരയ്ക്കാനായിട്ട് കഴിയുകയില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? പ്രൊട്രാക്ടറിൽ അതിന്റെ ഇരട്ടിയായിട്ടുള്ള 45 ഡിഗ്രി ഉണ്ട്. അപ്പോൾ പ്രൊട്രാക്ടർ എടുക്കുക, എന്ത് ചെയ്യുക? 45 ഡിഗ്രി പ്രൊട്രാക്ടർ എടുത്ത് ആംഗിൾ A നിർമ്മിക്കുക. അപ്പോൾ എയുടെ അവിടെ പ്രൊട്രാക്ടർ കൊണ്ട് വയ്ക്കുക. അതിനുശേഷം 45 ഡിഗ്രി എന്ത് ചെയ്യുക? വരയ്ക്കുക. 45 ഡിഗ്രി വരയ്ക്കുക. 45 ഡിഗ്രി വരയ്ക്കുക. ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? AB 6 സെന്റിമീറ്റർ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം 22.5 ഡിഗ്രിയാണ് നമുക്ക് A വേണ്ടത്. 22 നമുക്ക് ഒരിക്കലും പ്രൊട്രാക്ടറിൽ വരയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ ഇരട്ടിയായിട്ടുള്ള 45 ഡിഗ്രി വരച്ചു. ഇനി എന്ത് വരച്ചാൽ 45 ഡിഗ്രിക്ക്? 45 ഡിഗ്രിക്ക് ഇനി ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ മതി. ആ ബൈസെക്ടർ എന്ന് വരയ്ക്കുമ്പോൾ എന്താവും? കോൺ A രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോന്ന് എത്ര വീതം വരും? അത് 22.5 വീതം വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കോൺ Aക്ക് ഒരു ബൈസെക്ടർ എന്ത് ചെയ്യുക? വരയ്ക്കുക. ബൈസെക്ടർ ഒക്കെ വരയ്ക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ A കൊണ്ടുവയ്ക്കുക. കോമ്പസിൽ എന്ത് ചെയ്യുക? അളവെടുത്തതിന് ശേഷം ഒരു ആർക്ക് വരയ്ക്കുക.
അതിനുശേഷം ആ ആർക്ക് ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് വലുതാക്കിയതിന് ശേഷം ഇവിടെ നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും 2 ആർക്കുകൾ വരയ്ക്കുക. അതും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, എയിൽ നിന്നും കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യുക, വരയ്ക്കുക. അതും നമ്മൾ എന്ത് ചെയ്തു, വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കോണായ കോൺ എക്ക് നമ്മൾ ബൈസെക്ടർ എന്ത് ചെയ്തു, വരച്ചു കഴിഞ്ഞു. കോൺ എയുടെ ബൈസെക്ടർ നമ്മൾ വരച്ചു. അപ്പോൾ 45 ഡിഗ്രി ഉണ്ടായിരുന്നു, അതിന് എന്ത് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തു, 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് എത്ര വരും, 25 2.5 ഡിഗ്രി. ഇതും എത്രയാണ്, 22.5 ഡിഗ്രി വന്നു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എത്രയാണ് വേണ്ടത്, 67 ഡിഗ്രിയാണ് വേണ്ടത്. എത്രയാണ് വേണ്ടത്, 67 ഡിഗ്രി. 67 ഡിഗ്രി നേരത്തെ പോലെ തന്നെ എന്തില്ല, പ്രൊട്രാക്ടറിൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ചെയ്തതുപോലെ അതേ ഐഡിയ തന്നെയാണ്. എത്രയാണോ തന്നിരിക്കുന്ന അളവ് അതിന്റെ എന്ത് ചെയ്യുക, ഇരട്ടി എടുക്കുക. 67യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ 135 ഡിഗ്രി എന്ന് ലഭിക്കും. എത്രയാണ്, 135 ഡിഗ്രി. അപ്പോൾ ബിയുടെ അവിടെ പ്രൊട്രാക്ട് കൊണ്ടുവയ്ക്കുക. എത്ര വരയ്ക്കുക, 135 ഡിഗ്രി വരയ്ക്കുക. ഇവിടെ വയ്ക്കുക, 135 ഡിഗ്രി നമ്മൾ വരയ്ക്കുക. 135 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു, വരച്ചു. വരച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ എയിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ബിക്ക് എന്ത് ചെയ്യുക, ഒരു ബൈസെക്ടർ വരയ്ക്കുക. ബിയുടെ കോമ്പസ് കൊണ്ട് വയ്ക്കുക. അതിനുശേഷം ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് നമ്മൾ എന്ത് ചെയ്തു, വരച്ചു കഴിഞ്ഞു. അതിനുശേഷം കോമ്പസിലെ അളവ് കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയതിനു ശേഷം ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ കൊണ്ടുവയ്ക്കുക, വീണ്ടും ആർക്ക് വരയ്ക്കുക. അതിനുശേഷം അത് ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, ത്രികോണം ലഭിക്കും. ത്രികോണം ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്. 2-3 വരകളൊക്കെ വരുന്നത് പറഞ്ഞ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ വരച്ച 45 ഡിഗ്രിക്ക് വരച്ച ബൈസെക്ടറും 135 ഡിഗ്രിക്ക് വരച്ച ബൈസെക്ടറും ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ അവിടെ എന്ത് പേര് കൊടുക്കുക, സി എന്ന പേര് കൊടുക്കുക. നമുക്ക് അതാണ് വേണ്ടത്. നമ്മുടെ ത്രികോണത്തിന്റെ പേര് എ ബി സി എന്നുള്ളത്. ഇവിടെ എത്ര വരും, 67 വരും. ഇവിടെ 22 വരും. ഇതിന്റെ അളവ് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ത്രികോണം എ ബി സി എന്നത് നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള അളവോട് കൂടിയ ഒരു ത്രികോണം നമുക്ക് ലഭിക്കും. 2-3 വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നും ആവരുത്. നമുക്കിവിടെ വേണ്ടത് 45ന്റെ ബൈസെക്ടർ ഇവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. 102 എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, കൂടിച്ചേരുന്ന പോയിന്റ്, ആ ഒരു പോയിന്റാണ് നമുക്ക് വേണ്ടത്. അവിടെ സി എന്ന പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ത്രികോണം കൂടെ എന്ത് ചെയ്യുക, വരച്ചു നോക്കുക. ഒരു തവണ വരച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടെ എന്ത് ചെയ്യുക, വരച്ച് നോക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുകൂടി പറയുന്നു. കഴിഞ്ഞ വർഷവും ഫസ്റ്റ് ടൈം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു ത്രികോണം നിർമ്മിക്കുക. ആ ത്രികോണം നിർമ്മിച്ചതിന് ശേഷം ത്രികോണത്തിന്റെ വശങ്ങൾക്ക് എല്ലാം എന്ത് ചെയ്യുക, ലംബ സമഭാജി വരയ്ക്കുക എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ആ വരയ്ക്കുന്ന ലംബ സമഭാജി എന്ന് പറയുന്നത് കൂട്ടിമുട്ടുന്നത് ഒരു ബിന്ദുവിൽ ആണോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഒരു ത്രികോണം നിർമ്മിക്കുക. ആ ത്രികോണത്തിന് കൃത്യമായ ഒരു അളവില്ല. നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുക, ഒരു ത്രികോണം നിർമ്മിക്കുക. ആ ത്രികോണത്തിന്റെ എന്ത് വരയ്ക്കാനാണ്, ലംബ, എല്ലാ വശങ്ങൾക്കും ലംബ സമഭാജി വരയ്ക്കുക. ഇപ്പോൾ ത്രികോണം ഞാൻ നിർമ്മിച്ചു കഴിഞ്ഞു. ത്രികോണം എന്ന് പറയുന്നത് എ ബി 7 സെന്റിമീറ്റർ ആണ്, എ സി 6 സെന്റിമീറ്റർ, ബി സിയും 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ത്രികോണത്തിന് കൃത്യ അളവൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ ഒരു അളവിൽ എന്ത് ചെയ്യാം, ഒരു ത്രികോണം അത് നിർമ്മിക്കാം. ഞാൻ ഇവിടെ ഈ ഒരു അളവിൽ എന്ത് ചെയ്തു, ഒരു ത്രികോണം നിർമ്മിച്ചു. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞത് എങ്ങനെയാണ്, ഇതിന്റെ 3 വശത്തിന് എന്ത് വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി വരയ്ക്കുക. അപ്പോൾ ഓരോ വശത്തിനും എന്ത് വരയ്ക്കണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അത് 3ഉം ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, കണ്ടെത്തുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, എ ബി എന്ന വശത്തെ അടിസ്ഥാനമാക്കി അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് വരയ്ക്കാം. എ ബി എന്ന വശത്തിന്റെ പകുതിയിൽ കൂടുതൽ കോമ്പസ് എടുക്കുക. മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക, താഴെയും ആർക്ക് വരയ്ക്കുക. അളവ് മാറ്റാതെ ബിയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, കോമ്പസ് കൊണ്ട് വെച്ചതിന് ശേഷം മുകളിൽ വീണ്ടും ആർക്ക് വരയ്ക്കുക, താഴെയും ആർക്ക് വരയ്ക്കുക. ശേഷം 2 കൂടെ എന്ത് ചെയ്യുക, ചേർത്ത് താഴോട്ട് വരയ്ക്കുക. അപ്പോൾ എന്തായി, എ ബി എന്ന വശത്തെ അടിസ്ഥാനമാക്കിയുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഇതേ സെയിം പ്രോസസ് തന്നെ എവിടെയൊക്കെ ചെയ്യണം,
AC എന്ന സൈഡിലും BC എന്ന സൈഡിലും ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ളതാണ്. AC എന്നുള്ള സൈഡിലും BC എന്നുള്ള സൈഡിലും നമ്മളിപ്പോ ചെയ്തത് അതുപോലെ എന്ത് ചെയ്യുക, ആവർത്തിക്കുക. AC എന്ന വശത്തിന്റെ പകുതിയിൽ കൂടുതലാണ് കോമ്പസിൽ എടുക്കാനുള്ളത്. ഇവിടെ എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. അളവ് മാറ്റാതെ തന്നെ ഇവിടെയും വരയ്ക്കുക. C എന്ന പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെയും വരയ്ക്കുക. എന്ത് ചെയ്യുക, രണ്ടും ചേർത്ത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറുകൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയേ വരയ്ക്കാനുള്ളത്. അത് BC എന്ന വശത്തിനാണ്. അപ്പോൾ BC എന്ന വശത്തിന്റെ പകുതിയിൽ കൂടുതൽ എന്ത് ചെയ്യുക, കോമ്പസിലേക്ക് എടുക്കുക. ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെയും വയ്ക്കുക. C എന്ന പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. BC യിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ സൈഡ് എന്ത് ചെയ്യുക, കൂട്ടിച്ചേർത്ത് വരയ്ക്കുക. ഇത് മൂന്നും കൂടെ എന്ത് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിൽ ആണോ എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 3 ബൈസെക്ടറുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരച്ചു കഴിഞ്ഞു. അത് 3 ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെയാണ്? അത് 3ഉം ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിലാവുമ്പോഴത്തേക്കും ഇത് 3ഉം കൂടെ എന്ത് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഓൾ ദ 3 പെർപെൻഡിക്കുലർ സൈഡ്, ഓൾ ദ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആർ ഇന്റർസെക്റ്റഡ് അറ്റ് 1 പോയിന്റ് എന്ന് എന്ത് ചെയ്യുക, എഴുതി നിർത്തുക. മലയാളം മീഡിയം എങ്ങനെ എഴുതും? ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും ലംബ സമഭാജികൾ ഒരു ബിന്ദുവിലാണ് കൂട്ടി മുട്ടുന്നത് എന്നെന്ത് ചെയ്യുക, എഴുതി ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഈ ഒരു പ്രോബ്ലത്തോടു കൂടി അവസാനിക്കുകയാണ്. പടം വരയ്ക്കാനായിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വരയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുവരെ വരച്ച പടങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി ആവർത്തിച്ച് എന്ത് ചെയ്യുക, വരച്ചു നോക്കുക. ഇന്ന് പറഞ്ഞ എല്ലാ പ്രോബ്ലങ്ങളും തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഫസ്റ്റ് ടൈം എക്സാമിനും ഫൈനൽ എക്സാമിനും എന്ത് ചെയ്തതാണ്, ചോദിച്ചിട്ടുള്ളതാണ്.